100 ന്യൂസിലേക്ക് ഇനി ആദ്യം പ്രധാന വാർത്ത. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിൽ അമേരിക്കയുടെ എതിർപ്പ് പ്രകടിപ്പിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ തീരുവ ഭീഷണിയുമായി ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പുതിയ ഭീഷണി ഗ്രീൻലാൻഡിന് മേൽ സൈനിക നടപടി തുടരുന്നതിനിടെ. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ റിമാൻഡിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ജാമ്യ ഹർജിയിൽ വിധി ഇന്ന്. തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയുന്നത് ഇന്നലത്തെ വാദത്തിനു ശേഷം അതിജീവിതയുടെ വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ വാദം നടന്നത് അടച്ചിട്ട മുറിയിൽ. മലപ്പുറത്ത് ആൺസുഹൃത്ത് കൊലപ്പെടുത്തിയ 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ബലാത്സംഗത്തിനു ശേഷം കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയെന്ന് 16-കാരന്റെ മൊഴി. പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലം കൈ മുറിച്ചു മാറ്റേണ്ടി വന്ന 9 വയസ്സുകാരി വിനോദിനിയെ നേരിൽ കാണാൻ മുഖ്യമന്ത്രി. അടുത്തയാഴ്ച മുഖ്യമന്ത്രി വിനോദിനിയെയും കുടുംബത്തെയും കാണും. കൂടിക്കാഴ്ച സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി അന്വേഷണം തുടരുന്നതിനിടെ. കോഴിക്കോട് ബൈപ്പാസിലെ ടോൾ പിരിവിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ജില്ലാ കളക്ടറുമായുള്ള ചർച്ച ഇന്ന്. ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ റോഡ് ഉപരോധം തുടരുമെന്ന് കോൺഗ്രസ്. യോഗം വൈകിട്ട് കളക്ടറുടെ ചേംബറിൽ. പോലീസ് തലപ്പത്ത് വീണ്ടും അഴിച്ചുപണി. എസ് ഹരിശങ്കർ സായുധ പോലീസ് ബറ്റാലിയൻ DIG, കാളിരാജ് മഹേഷ് കുമാർ പുതിയ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ. ഹരിശങ്കറിനെ കൊച്ചി കമ്മീഷണറായി നിയമിച്ചത് കഴിഞ്ഞ ദിവസം. ഫ്രാങ്കോ മുളയ്ക്കൽ പ്രതിയായ കേസിൽ അഡ്വക്കേറ്റ് BG ഹരീന്ദ്രനാഥ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിറക്കിയത്. ഇത് സംബന്ധിച്ച വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. നോക്കാം കേരളത്തിലെ പ്രധാന വാർത്തകൾ. തോപ്പിൽ ഭാസി പുരസ്കാരം 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് പുരസ്കാരം നൽകിയത്. ദൃശ്യമാധ്യമ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം. ക്ഷാമബത്ത അവകാശമല്ലെന്ന സത്യവാങ്മൂലത്തിന് എതിരെ CPI സർവീസ് സംഘടന. ക്ഷാമബത്ത ഔദാര്യമല്ല, അവകാശമാണെന്ന് ജോയിന്റ് കൗൺസിൽ. തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ചെന്ന കേസിൽ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് മുൻ മന്ത്രി ആന്റണി രാജു. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകി. തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിലെ രക്തസാക്ഷി മണ്ഡപത്തിന്റെ നിർമ്മാണം തടഞ്ഞ ഹൈക്കോടതി. ലോ കോളേജ് വിദ്യാർത്ഥി അക്ഷയ് കൃഷ്ണൻ നൽകിയ റിട്ട് ഹർജിയിലാണ് ഉത്തരവ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം 24-ന് വൈകിട്ട് 4 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മുറിവുമായി എത്തിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 5 വയസ്സുകാരിക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നും അന്വേഷണ മറുപടി നൽകാമെന്നും മഞ്ചേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട്. കോഴിക്കോട് കോട്ടൂളിയിൽ ദുരൂഹ സാഹചര്യത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചത് കോട്ടൂളി സ്വദേശി പ്രജീഷ്. ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തിയ പ്രജീഷിന്റെ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. കാസർഗോഡ് കുമ്പടാജെ കൊലപാതകത്തിൽ പ്രതി പിടിയിലായത് പരമേശ്വര നായിക്. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ ഫാനാണ് താനെന്ന് സംവിധായകൻ പ്രിയദർശൻ. സിനിമയിൽ പ്രേം നസീറിന്റെയും സാഹിത്യത്തിൽ MTയുടെയും ഹിന്ദി സിനിമയിൽ അമിതാഭ് ബച്ചന്റെയും ഫാനാണെന്നും പ്രിയദർശൻ. കോഴിക്കോട് ബൈപ്പാസിലെ സർവീസ് റോഡ് നിർമ്മാണം പൂർത്തിയാകാതെ ടോൾ പിരിവ് പാടില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. ടോൾ പിരിവിലെ ബുദ്ധിമുട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ അറിയിച്ചു. സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം കമ്മ്യൂൺ കേന്ദ്രം മറ്റന്നാൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ലക്ഷ്യമിടുന്നത് വീടിനടുത്ത് ലോകോത്തര നിലവാരത്തിലുള്ള തൊഴിലിടങ്ങൾ ഒരുക്കൽ. സൗകര്യം IT, വിജ്ഞാനാധിഷ്ഠിത മേഖലകളിലെ തൊഴിൽ ചെയ്യുന്നവർക്ക്. പാലക്കാട് അട്ടപ്പാടി അഗളി പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം. കോൺഗ്രസിന്റെ ഷിബു സിറിയക് പഞ്ചായത്ത് പ്രസിഡന്റായി. പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പനെതിരെ പോസ്റ്റർ ഒട്ടിച്ചവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി. DCC പ്രസിഡന്റിന്റെ പരാതിയിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. തൃക്കാക്കര ഭാരത് മാതാ കോളേജ് സുവോളജി വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ DBT സ്റ്റാർ കോളേജ് പദ്ധതിയുടെ സഹകരണത്തോടെ DNA ബാർകോഡിംഗ് വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. ദേശീയ റിസർച്ച് സെന്ററായ
CCMB ഹൈദരാബാദിൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സിദ്ധാർത്ഥ് കുൽക്കർണി ഉദ്ഘാടനവും മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. കാലാനുസൃതമായ നൈപുണ്യ വികസനത്തിലൂടെ മാത്രമേ മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കൂവെന്ന് കേരള IT വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ശ്രീറാം സാംബശിവറാവു. കേരള സർക്കാരിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ICT അക്കാദമി ഓഫ് കേരള സംഘടിപ്പിച്ച 9ാമത് അന്താരാഷ്ട്ര കോൺക്ലേവ് ICSET 2026 ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സുസ്ഥിര ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ സാങ്കേതികവിദ്യയുടെ പങ്ക് നിർണായകമാണെന്നും ശ്രീറാം സാംബശിവറാവു. AIS കേരള ലോ അക്കാദമി യൂണിറ്റ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കുന്നു. തിരികെ എന്ന പരിപാടി ഈ മാസം 24-ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പ്രകാശ് ബാബു, CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, പാർലമെന്റ് അംഗങ്ങളായ സന്തോഷ് കുമാർ, PP സുനീർ, മന്ത്രിമാരായ K രാജൻ, GR അനിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ഇന്ത്യ ഇന്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സ്പോയുടെ 2ാം പതിപ്പിന് കൊച്ചിയിൽ തുടക്കമായി. മന്ത്രി K കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് അട്ടപ്പാടിയിൽ 2 ഇടങ്ങളിൽ നിന്നായി 3135 ലിറ്റർ വാറ്റ് ഉപകരണങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിച്ചു. പിടിച്ചെടുത്തത് പ്ലാസ്റ്റിക് ബാരലുകളിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ വസ്തുക്കൾ. കണ്ണൂർ മാടായിക്കാവ് ക്ഷേത്രത്തിലേക്കുള്ള നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം ചിറക്കൽ കോവിലകം ട്രസ്റ്റി CK രാമവർമ്മ വലിയ രാജ നിർവഹിച്ചു. ചടങ്ങിൽ M വിജയൻ MLA അധ്യക്ഷനായി. കലാകാരന്മാരുടെ ദേശീയ സംഘടന നന്മയുടെ കുമാരന സൻസ് സ്മൃതി കവിതാ സാഹിത്യ പുരസ്കാരം 2026 രാധാകൃഷ്ണൻ ഉള്ളൂരിന് കോഴിക്കോട് നടന്ന ചടങ്ങിൽ കവി PK ഗോപി പുരസ്കാരം സമ്മാനിച്ചു. നോക്കാം പ്രധാന അറിയിപ്പുകൾ. MG സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിലുള്ള സീനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ, ജൂനിയർ സോഫ്റ്റ്വെയർ ഡെവലപ്പർ തസ്തികയിൽ ഒഴിവ്. വാക്കിൻ ഇന്റർവ്യൂ ഈ മാസം 21-ന്. കോട്ടയം അകലക്കുന്നം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ ഉടമസ്ഥതയിൽ മണൽ ജംഗ്ഷനിലെ നീതി മെഡിക്കൽ സ്റ്റോറിലെ ഫാർമസിസ്റ്റ് ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം ഈ മാസം 27 രാവിലെ 10:30 മഞ്ഞാമറ്റത്തെ ഹെഡ് ഓഫീസിൽ. ആലപ്പുഴ ജില്ലയിലെ 3 പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് എംപ്ലോയബിലിറ്റി സെന്റർ വഴി നിയമനം നടത്തുന്നു. അഭിമുഖം ഇന്ന് രാവിലെ 9:30 എംപ്ലോയബിലിറ്റി സെന്ററിൽ. ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 21-ന് രാവിലെ 10 മണിക്ക്. അടൂർ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിന്റെ പരിധിയിലുള്ളവർക്കായി ഈ മാസം 19 മുതൽ കുടശനാട് റബ്ബർ ഉൽപാദക സംഘത്തിൽ സൗജന്യ ടാപ്പിംഗ് പരിശീലനം നടത്തും. 18 വയസ്സിന് മുകളിലുള്ളവർക്കാണ് അവസരം. കൊല്ലം കെന്നൽ ക്ലബിന്റെ ഓൾ ഇന്ത്യ ഓൾ ബ്രീഡ്സ് ചാമ്പ്യൻഷിപ്പ് ഡോഗ് ഷോ ഈ മാസം 18-ന് രാവിലെ 10 മുതൽ ആശ്രമം പ്രശാന്തി ഗാർഡൻസിലാണ് ഡോഗ് ഷോ നടക്കുക. കോവൂർ കേരള ലൈബ്രറി നടത്തുന്ന ഷട്ടിൽ ടൂർണമെന്റ് ഇന്ന് വൈകിട്ട് 6 മണിക്ക് കോവൂർ മായാവിലാസം ഷാനി സ്മാരക ഇൻഡോർ കോർട്ടിൽ കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം കവടിയാർ അമ്പലമുക്ക് റോഡിൽ പ്രധാന ശുദ്ധജല പൈപ്പിലുണ്ടായ ചോർച്ച കാരണം നാളെ രാത്രി 10 മുതൽ ഞായറാഴ്ച വൈകിട്ട് 6 വരെ 17 ഇടങ്ങളിൽ ജലവിതരണം തടസ്സപ്പെടും. പേരൂർക്കട ടാങ്കിൽ നിന്ന് ശുദ്ധജലം വിതരണം ചെയ്യുന്ന ഇടങ്ങളിലാണ് ജലവിതരണം തടസ്സപ്പെടുക. ചസകോട്ട KSM-DB കോളേജിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവ്. അഭിമുഖം ഈ മാസം 21-ന് രാവിലെ 11 മണിക്ക് കോളേജ് ഓഫീസിൽ. കോട്ടയം നാട്ടകം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള ഇൻസ്ട്രക്ടർ ഇൻ ഷോർട്ട് ഹാൻഡ് താൽക്കാലിക തസ്തികയിലേക്കുള്ള ദിവസവേതനാടിസ്ഥാനത്തിലുള്ള നിയമനം നടത്തുന്നു. അഭിമുഖം ഈ മാസം 19-ന് രാവിലെ 11 മണിക്ക്. നോക്കാം ദേശീയ വാർത്തകൾ. വായുമലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ കടുത്ത നിയന്ത്രണം. ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ 3ാം ഘട്ട നിയന്ത്രണങ്ങൾ വീണ്ടും ഏർപ്പെടുത്തി. ഡൽഹിയിൽ ശരാശരി വായു ഗുണനിലവാര സൂചിക ഗുരുതരമായ വിഭാഗത്തിലാണുള്ളത്. കശ്മീരിലും കാർഗിലിലും ഇറാൻ അനുകൂല റാലികളുമായി പ്രതിഷേധം. പ്രതിഷേധക്കാർ US ഇസ്രയേൽ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കി. ഈ വർഷം ജൂലൈ മാസത്തോടെ രാജ്യത്ത് വരൾച്ചയ്ക്ക് കാരണമാകുന്ന എൽ നീനോ പ്രഭാവം ഉണ്ടാകുമെന്ന് APEC ക്ലൈമറ്റ് സെന്റർ. ഇത് ഇന്ത്യയിൽ ചൂട് വർദ്ധിക്കാൻ കാരണമാകുമെന്നും റിപ്പോർട്ട്.
നിലവാരമില്ലാത്ത വിത്തുകളുടെ വിൽപ്പന തടയാൻ സീഡ്സ് ബിൽ അവതരിപ്പിക്കുമെന്ന് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ബജറ്റ് സമ്മേളനത്തിൽ കരട് നിയമനിർമ്മാണം അവതരിപ്പിക്കുമെന്നും മന്ത്രി. പശ്ചിമബംഗാളിൽ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾക്ക് ഇന്ന് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഫ്ളാഗ് ഓഫ് മാൾഡ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പച്ചക്കൊടി വീശുക ഹൗറയ്ക്കും ഗുവാഹത്തിക്കുമിടയിലുള്ള ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ. രാജ്യത്തെ നിയമവിരുദ്ധ വെബ്സൈറ്റുകൾക്കെതിരെ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ ദിവസം നടപടിയെടുത്തത് 242 നിയമവിരുദ്ധ വാതുവെപ്പ് ചൂതാട്ട വെബ്സൈറ്റുകൾക്കെതിരെ. സംസ്ഥാനത്തെ കായിക മേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത മാസം പൂർത്തീകരിക്കണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നിർദ്ദേശിച്ചു. ഒളിമ്പിക്സ് അക്കാദമികൾ, സ്പോർട്സ് സെന്ററുകൾ എന്നിവ ഉൾപ്പെടെ വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകൾക്കായി 10 അംഗ കമ്മിറ്റിയെ നിയോഗിച്ച തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. സമിതിയുടെ പ്രവർത്തനം പാർട്ടി ജനറൽ സെക്രട്ടറി N ആനന്ദിന്റെ നേതൃത്വത്തിൽ. BJPയെ വിമർശിച്ച തമിഴ്നാട് മന്ത്രി TRB രാജ. BJPക്ക് തമിഴ്നാടിനെ അറിയില്ലെന്നും മനസ്സിലാക്കാൻ ഒരു ശ്രമവും നടത്തുന്നില്ലെന്നും TRB രാജ. ഡൽഹിക്ക് തമിഴ്നാടിനെ പറ്റി ഒരു ധാരണയുമില്ലെന്ന് മന്ത്രി. ധനുഷ്കോടിയിൽ മത്സ്യബന്ധനത്തിനെത്തിയ യന്ത്രവൽകൃത ബോട്ട് മത്സ്യത്തൊഴിലാളികൾ പിടികൂടി. യന്ത്രവൽകൃത ബോട്ടുകൾക്ക് നിരോധനമുള്ള മേഖലയാണിത്. കാരക്കലിൽ നിന്നെത്തിയ ബോട്ടും 14 തൊഴിലാളികളെയും മത്സ്യത്തൊഴിലാളികൾ പിടികൂടി കരക്കെത്തിച്ചു. പ്രധാനമന്ത്രിയുടെ തമിഴ്നാട് സന്ദർശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരില്ലെന്ന് നിയമമന്ത്രി S രഘുപതി. NDA AADMK സഖ്യം ദുർബലമായി തുടരുകയാണെന്നും മന്ത്രി. തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുള്ള കാണും പൊങ്കൽ ഇന്ന്. ബന്ധുവീടുകളിലേക്കും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രയാണ് ഇന്ന് നടക്കുക. ഇനി രാജ്യാന്തര വാർത്തകൾ. വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ പൗരനെ കൊലപ്പെടുത്തി ഇസ്രായേൽ സേന. കൊല്ലപ്പെട്ടത് 14 വയസ്സുള്ള ആൺകുട്ടിയെന്ന് ആരോഗ്യ മന്ത്രാലയം. വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീനോ മച്ചാഡോയ്ക്ക് ട്രംപിന് നൊബേൽ പുരസ്കാരം കൈമാറാൻ കഴിയില്ലെന്ന് നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നൊബേൽ സമ്മാനം ഒരിക്കൽ പ്രഖ്യാപിച്ചാൽ പിന്നീട് അത് മാറ്റാനാകില്ല എന്നും നൊബേൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. യുദ്ധത്തിൽ തകർന്ന സുഡാനിലേക്കുള്ള ഭക്ഷ്യസഹായം മാസങ്ങൾക്കുള്ളിൽ തീരുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ മുന്നറിയിപ്പ്. സുഡാനിലേക്കുള്ള മാനുഷിക സഹായം നിലനിർത്താൻ കോടിക്കണക്കിന് ഡോളർ ആവശ്യമാണെന്നും ഐക്യരാഷ്ട്രസഭ. ഊർജ്ജ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യുക്രൈൻ. നിലവിലെ ഊർജ്ജ സംവിധാനം രാജ്യത്തിന്റെ 60% ആവശ്യം മാത്രമേ നിറവേറ്റുന്നുള്ളൂവെന്ന് പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി. രാജ്യത്തെ യുദ്ധാനന്തരം വീണ്ടെടുക്കുന്നതിനും സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനും യുക്രൈനിയൻ പ്രതിനിധി സംഘം US-ലേക്ക്. അടുത്തയാഴ്ച ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൽ രേഖകളിൽ ഒപ്പുവെക്കാൻ കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമർ സെലൻസ്കി. യൂറോപ്യൻ യൂണിയനുമായുള്ള സാമ്പത്തിക നിയമങ്ങൾ ബ്രിട്ടൻ പുനഃക്രമീകരിക്കുന്നതിനുള്ള സാധ്യത അവസാനിച്ചു. ബ്രിട്ടന്റെ മൂല്യങ്ങൾ പങ്കിടുകയും നിയമവാഴ്ചയെ ബഹുമാനിക്കുകയും ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുമായും പ്രവർത്തിക്കുമെന്ന് ലണ്ടൻ മേയർ സൂസൻ ലാംഗ്ലി. ബെൽജിയത്തിലെ യൂറോ ക്ലിയറിനെതിരെ റഷ്യൻ സെൻട്രൽ ബാങ്ക് നൽകിയ കേസിന്റെ വാദം മാറ്റിവെച്ചതായി മോസ്കോയിലെ കോടതി. റഷ്യൻ സെൻട്രൽ ബാങ്ക് നൽകിയ $235 ബില്യൺ കേസാണ് മാറ്റിവെച്ചത്. 21ാം നൂറ്റാണ്ടിൽ ഇനി ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത ദൈർഘ്യമേറിയ പൂർണ്ണ സൂര്യഗ്രഹണം ഉണ്ടാകുമെന്ന് ശാസ്ത്രലോകം. 2027 ഓഗസ്റ്റ് 2-നാണ് സൂര്യഗ്രഹണം സംഭവിക്കുക. പിടികിട്ടാപ്പുള്ളി കാസിം ഹമദ് ഇറാഖിൽ പിടിയിലായി. ഓസ്ട്രേലിയൻ പോലീസിന്റെ വർഷങ്ങൾ നീണ്ട തെരച്ചിലിനൊടുവിലാണ് പിടിയിലായത്. ടിക്ടോക്ക് ഉപയോഗം കുട്ടികളുടെ മാനസികാരോഗ്യം തകർക്കുന്നുവെന്ന UAE ആരോഗ്യ മന്ത്രാലയം. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വടക്കേ ആഫ്രിക്കയിൽ നിന്നും മാത്രം നീക്കിയത് 1,75,00,000 വീഡിയോകൾ. ഗതാഗതക്കുരുക്ക് അഴിക്കാനുള്ള ബസ് പൂളിംഗ് സംവിധാനം ബർഷയിൽ ആരംഭിക്കാൻ ദുബായ് റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. മാസം 1000 ദിർഹമായിരിക്കും ഫീസ്. വാഹനമോടിച്ച് സോഷ്യൽ മീഡിയയിൽ ലൈവ് സ്ട്രീമിംഗ് നടത്തിയ ഡ്രൈവറെ അബുദാബി പോലീസ് അറസ്റ്റ് ചെയ്തു. അശ്രദ്ധവും അപകടകരവുമായ ഡ്രൈവിംഗും ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. വേൾഡ് മലയാളി ഫെഡറേഷൻ 5ാമത് ഗ്ലോബൽ കൺവെൻഷൻ ദുബായിൽ ആരംഭിച്ചു. ദുബായ് ദേറയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിലാണ് 3 ദിവസത്തെ ആഗോള സംഗമത്തിന് വേദിയാകുന്നത്.
സൗദി അറേബ്യയിലെ തൊഴിൽ വിപണിയിൽ റിമോട്ട് വർക്ക് സംവിധാനം വൻ വിജയമാകുന്നതായി പുതിയ കണക്കുകൾ. 2024 3,37,000-ലധികം പേരാണ് വിദൂര തൊഴിൽ കരാറുകളിൽ ഒപ്പുവെച്ചത്. ഈ ബിസിനസ് വാർത്തകൾ. ശേഷം ചൈന സന്ദർശിക്കുന്ന ആദ്യ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇലക്ട്രിക് വാഹനങ്ങളുടെയും കനോലയുടെയും തീരുവ കുറയ്ക്കുന്ന പ്രാരംഭ വ്യാപാര കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ചൈനയുമായി തന്ത്രപരമായ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നതിനൊപ്പം വ്യാപാര പ്രതിസന്ധി പരിഹരിക്കുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി. 2025 അവസാന പാദത്തിൽ വിപ്രോയുടെ മൊത്തം വരുമാനം 23,560 കോടിയായി ഉയർന്നു. വാർഷികാടിസ്ഥാനത്തിൽ 0.2% വളർച്ച രേഖപ്പെടുത്തി. കമ്പനിയുടെ അറ്റാദായം 3,119 കോടിയായി. വാണിജ്യ പങ്കാളിത്തം വികസിപ്പിക്കാൻ എയർ ഇന്ത്യയും സിംഗപ്പൂർ എയർലൈൻസും വിമാന ഷെഡ്യൂളുകൾ, വില നിർണ്ണയം, വിൽപ്പന, വിപണനം എന്നിവയിൽ ഇരു കമ്പനികളും സഹകരണം വർദ്ധിപ്പിക്കും. ഏപ്രിൽ-ഡിസംബർ കാലയളവിൽ യുഎസിലേക്കുള്ള രത്ന ആഭരണ കയറ്റുമതി 44% കുറഞ്ഞു. താരിഫ് പ്രതിസന്ധി തിരിച്ചടിയായെന്ന റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ രത്ന ആഭരണ കയറ്റുമതി $6.95 ബില്യൺ ആയിരുന്നു. 2026 സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദത്തിൽ വളർച്ച രേഖപ്പെടുത്തിയ റിലയൻസ് ഇൻഡസ്ട്രീസ് വരുമാനം 10.5% വർദ്ധിച്ചു. ടെക് മഹീന്ദ്രയുടെ മൂന്നാം പാദ അറ്റാദായം 14% ഉയർന്ന് 1,122 കോടിയായി. വരുമാനം 8.3% വർദ്ധിച്ച് 14,393 കോടിയിലെത്തി. ഏപ്രിൽ 1 മുതൽ EPFO വരിക്കാർക്ക് UPI പേയ്മെന്റ് ഗേറ്റ്വേ വഴി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് നേരിട്ട് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പിൻവലിക്കാൻ കഴിയുമെന്ന് റിപ്പോർട്ട്. സംവിധാനം സുഗമമായി നടപ്പിലാക്കുന്നതിനായി സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിക്കാൻ EPFO ശ്രമിക്കുന്നതായി അധികൃതർ. കിയയുടെ കാരൻസ് ക്ലാവിസ് HTE EX വേരിയന്റ് പുറത്തിറങ്ങി. 12.54 ലക്ഷം രൂപ മുതലാണ് എക്സ് ഷോറൂം വില. കൂടുതൽ സവിശേഷതകൾ ഉൾപ്പെടുത്തിയാണ് വാഹനം പുറത്തിറങ്ങിയത്. നിസാൻ ഇന്ത്യ 2 പുതിയ യൂട്ടിലിറ്റി വാഹനങ്ങൾ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നു. MPV SUV മോഡലിലുള്ള വാഹനം ഈ വർഷം പുറത്തിറങ്ങും. JSW മോട്ടോഴ്സ് ഇന്ത്യൻ വിപണിയിലേക്ക് ആദ്യ വാഹനം ഈ വർഷം പുറത്തിറക്കും. ഓഫ് റോഡ് മോഡലായ ജെറ്റൂർ T2 ആണ് വിപണിയിൽ എത്തുക. കായിക വാർത്തകളിലേക്ക്. ന്യൂസിലൻഡിനെതിരായ 2020 പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ടീമിൽ ശ്രേയസ് അയ്യരെ ഉൾപ്പെടുത്തി. പരിക്കേറ്റ തിലക് വർമ്മയ്ക്ക് പകരമാണ് ശ്രേയസ് അയ്യർ എത്തുക. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് മാഞ്ചസ്റ്റർ ഡെർബി. ആഴ്സണൽ, ലിവർപൂൾ, ചെൽസി ടീമുകൾക്ക് മത്സരമുണ്ട്. ലാലിഗയിൽ റയൽ മാഡ്രിഡും ജർമ്മൻ ലീഗിൽ ബയേൺ, ബൊറൂസിയ ടീമുകളും കളത്തിലെത്തും. അണ്ടർ-19 ഏകദിന ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് രണ്ടാം മത്സരം. ഉച്ചയ്ക്ക് 1 മണിക്ക് തുടങ്ങുന്ന മത്സരത്തിൽ ബംഗ്ലാദേശാണ് എതിരാളികൾ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഗുജറാത്ത് ജയൻസിനെ 32 റൺസിന് തകർത്തു. ഡോൺ മാക്സ് സംവിധാനം ചെയ്യുന്ന അറ്റ് എന്ന ചിത്രത്തിന്റെ പോസ്റ്റർ പുറത്തിറങ്ങി. ആകാശ് സെൻ നായകനാകുന്ന ചിത്രം ടെക്നോ ത്രില്ലർ വിഭാഗത്തിലാണ്. സിനിമാ വിതരണ രംഗത്ത് പനോരമ സ്റ്റുഡിയോസും സെഞ്ചുറി ഫിലിംസും കൈകോർക്കുന്നു. ഈ കൂട്ടുകെട്ടിന്റെ ആദ്യ ചിത്രമായി ഭാവനയും റഹ്മാനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അനോമി പ്രദർശനത്തിന് എത്തും. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന അതിരടി മെയ് 14 തിയേറ്ററുകളിലെത്തും. മാസ് കോമഡി ക്യാമ്പസ് ആക്ഷൻ ചിത്രമാണ് അതിരടി. നോക്കാം ഫാക്ട് ചെക്ക്. തിരുനാവായ കുംഭമേള സംസ്ഥാന സർക്കാർ തടഞ്ഞെന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പ്രചരിക്കുന്നുണ്ട്. ഈ പ്രചാരണം തെറ്റാണ്. അനുമതിയില്ലാത്ത പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ അറിയിക്കുകയും പിന്നീട് നടന്ന ചർച്ചയ്ക്കൊടുവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ന്യൂസ്. ഇറാനിൽ നൂറുകണക്കിന് പ്രതിഷേധക്കാരുടെ വധശിക്ഷ റദ്ദാക്കിയ ഭരണാധികാരികളോട് നന്ദി പറഞ്ഞ ഡൊണാൾഡ് ട്രംപ്. ടെഹ്റാന്റെ നീക്കത്തിന് നന്ദിയെന്ന് ട്രംപ്. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് സൈനിക വിന്യാസം നടത്തിയ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, നോർവേ, ഫിൻലൻഡ്, നെതർലാൻഡ്സ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സൈനിക സംഘങ്ങളാണ് ഗ്രീൻലാൻഡിന്റെ തലസ്ഥാനമായ നൂക്കിലെത്തിയിരിക്കുന്നത്.
ഗസ സമാധാന പദ്ധതിയുടെ ഭാഗമായ ബോർഡ് ഓഫ് പീസിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്ത് ട്രംപ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെയും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിനെയും സ്ഥാപകാംഗങ്ങളായി നാമനിർദ്ദേശം ചെയ്തു. വരും ആഴ്ചകളിൽ കൂടുതൽ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുമെന്നും വൈറ്റ് ഹൌസ്. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ്, ദൃശ്യപരിധി തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് വിമാന സർവീസുകൾ വൈകുന്നു. ഇറാനിൽ പ്രതിഷേധങ്ങൾ അടങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. 800 വധശിക്ഷകൾ റദ്ദാക്കിയതിൽ ഇറാൻ ഭരണകൂടത്തിന് നന്ദി പറഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇപ്പോൾ കിട്ടിയത് ഈജിപ്തിനും എത്യോപ്യയ്ക്കുമിടയിലുള്ള നൈൽ നദീജല തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സിസിക്ക് എഴുതിയ കത്തിലാണ് ട്രംപിന്റെ വാഗ്ദാനം. വയനാട് പുൽപ്പള്ളിയിൽ അയൽവാസിയായ വയോധികൻ സ്കൂൾ വിദ്യാർത്ഥിയുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചതായി പരാതി. പുൽപ്പള്ളി മരകാവ് പ്രിയദർശിനി ഉന്നതിയിലെ മണികണ്ഠന്റെ മകൾ മഹാലക്ഷ്മിയാണ് ആസിഡ് ആക്രമണത്തിനിരയായത്. സംഭവത്തിൽ പ്രതിയായ അയൽവാസി രാജു ജോസി കസ്റ്റഡിയിൽ. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു.